അമ്പലത്തിലെ ഊട്ടുപുരയിൽ ഏൽപ്പിച്ച സദ്യയും കഴിച്ചു വീട്ടിലേക്ക് തിരിച്ചു. ഹരിയും ടീമും തിരിച്ചുപോയി. ഗീത ആദ്യം തന്നെ വീട്ടിലേക്ക് കയറി നിലവിളക്കെടുത്തു കൊണ്ടുവന്നു അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. നിവൃത്തിയില്ലാതെ അമ്മ വിളക്ക് വാങ്ങി പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. രവി ആദ്യമേ അകത്തേക്ക് കയറിയിരുന്നു. നിലവിളക്കും കൊണ്ട് പാറു വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി. പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ ഗീത അവളെ മുകളിലുള്ള റൂമിലേക്ക് കൊണ്ടുപോയി. വാതിൽക്കൽ എത്തിയതും ഗീത കുഴഞ്ഞു വീണിരുന്നു. പാറു താങ്ങി പിടിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. വീണു കിടക്കുന്ന ഗീതയുടെ തല തൻ്റെ മടിയിലേക്ക് വെച്ച് കരഞ്ഞുകൊണ്ട് അവൾ അമ്മയെ വിളിച്ചു. പത്മാവതി വന്ന് ഗീതയെ വിളിക്കുന്നത് കേട്ടിട്ടാണ് രവി പുറത്തേക്ക് വന്നത്. വീണു കിടക്കുന്ന ഗീതയെ കണ്ടതും രവി ഓടി വന്നു അവളെ വാരിയെടുത്തു. തോളിലിട്ട് പുറത്തേക്ക് ഓടി. പോകുന്ന വഴി കാറിൻ്റെ കീയും എടുത്തു. കാറിൻ്റെ ലോക്കെടുത്തു. ഗീതയെ പിൻസീറ്റിൽ കിടത്തി. കൂടെ പത്മാവതിയും കയറി. പാറു എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. വന്ന ഡ്രസ് പോലും മാറിയിട്ടില്ല. രവി കാർ പറപ്പിച്ചു വിട്ടു. തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കാർ കയറ്റി നിർത്തി. ഗീതയെ എടുത്തു കാഷ്വാലിറ്റിയിലേക്ക് ഓടി. ബെഡിൽ കൊണ്ട് കിടത്തി. ഡോക്ടർ വേഗം വന്നു ഗീതയെ പരിശോധിച്ചു. ടെസ്റ്റിന് എഴുതി. ട്രിപ്പും ഇട്ടു. കുറച്ച് സമയത്തിന് ശേഷം ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. ഡോക്ടർ പറഞ്ഞു ഹീമോഗ്ലോബിൻ കുറവാണ്, നല്ല ക്ഷീണമുണ്ട്, പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഗീതയെ ഗൈനക് വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ സൂസൻ ജേക്കബ് ആണ് ഗീതയെ നോക്കിയത്. ഷീസ് പ്രഗ്നന്റ്. രവി മനസ്സിലാകാത്തതുപോലെ ഡോക്ടറെ നോക്കി. എന്താ പറഞ്ഞത്? രവി ചോദിച്ചു. ഗീത ഗർഭിണിയാണ്, ഡോക്ടർ ഒന്നുകൂടി വ്യക്തമാക്കി. ഒരു നിമിഷം രവി വിശ്വസിക്കാൻ കഴിയാത്ത പോലെ നിന്നു. പിന്നെ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് രവിക്ക് മനസ്സിലായില്ല. ഏജ് കൂടുതലായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ശരീരം ഇളക്കരുത്. പൂർണ്ണമായും ബെഡ് റെസ്റ്റ് വേണം. രക്തക്കുറവുണ്ട്, വെള്ളം കൂടുതൽ കുടിക്കണം. ഇലക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വൈറ്റമിൻസും അയൺ ടാബ്ലറ്റ്സും എഴുതുന്നുണ്ട്. ഇനി 2 ആഴ്ച കഴിഞ്ഞു വന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ വീട്ടിൽ പോകാം. ഡോക്ടർ ഡിസ്ചാർജ് എഴുതി കൊടുത്തു. രവിക്കും അമ്മയ്ക്കും വളരെയധികം സന്തോഷമായിരുന്നു. വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കി തന്നല്ലോ. എല്ലാവരും കുറച്ച് സമയം പാറുവിനെ മറന്നു. പാറു വീട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അവൾ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. വളരെ വലിയ വീടായിരുന്നു രവിയുടേത്. മുകൾ നിലയിൽ വലിയ 3 റൂമും അത്യാവശ്യം വലിയ ഹാളും ഒരു കോമൺ ബാൽക്കണിയും. രവിയുടെ റൂമിന് പ്രത്യേക ബാൽക്കണിയും ഉണ്ടായിരുന്നു. താഴെ സിറ്റൗട്ടും വലിയ ഹാളും 2 വലിയ റൂമും ഒരു ചെറിയ റൂമും അത്യാവശ്യം വലിയ കിച്ചനും വർക്ക് ഏരിയയും ഉണ്ട്. വീടിനു ചുറ്റും ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. മുറ്റവും പറമ്പും വേർതിരിക്കാൻ ഒരു കുഞ്ഞു അതിർവരമ്പ്. അതിനപ്പുറം അവിടവിടെ കുറച്ച് ചെടികൾ, പൂക്കൾ ഉള്ളതും ഇല്ലാത്തതും. അതിനപ്പുറം വിസ്താരമേറിയ പറമ്പിൽ കുറച്ച് തെങ്ങുകൾ. വേറെ മരങ്ങളൊന്നുമില്ല. വെയിൽ കൊണ്ട് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥ. മുറ്റം കടന്നു ഗേറ്റിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഗേറ്റ് കടന്നാൽ ഒരു ഇടറോഡാണ്. റോഡിന് അപ്പുറം അധികം വീതിയില്ലാത്ത പാടം. നെൽപ്പാടമല്ല, പുല്ലുകൾ നിറഞ്ഞു കിടക്കുന്നു. അതിൽ ആരുടെയോ ഒരു പശു മേയുന്നുണ്ട്. പാടത്തിൻ്റെ അപ്പുറം അവിടവിടെ കുറച്ച് വീടുകൾ. വന്ന വേഷത്തിൽ തന്നെയായിരുന്നു പാറു. തനിക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് ഏതെന്നറിയാതെ എടുത്തു ധരിക്കാൻ അവൾക്ക് പേടി തോന്നി. സന്ധ്യയ്ക്ക് അവൾ നിലവിളക്ക് തുടച്ച് വൃത്തിയാക്കി ഉമ്മറത്ത് വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്താണ് രവിയുടെ കാർ വലിയ ഗേറ്റ് കടന്നെത്തിയത്. മുറ്റത്തു ഗീതയെയും അമ്മയെയും ഇറക്കിയതിനു ശേഷം രവി കാർ പോർച്ചിൽ കൊണ്ട് നിർത്തി ലോക്ക് ചെയ്തു. അമ്മ ഗീതയെ പതിയെ സ്റ്റെപ്പ് കയറാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. പ്രായം കൂടുതൽ ആയതുകൊണ്ടും ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ടും 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും തീരെ ഇളകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയുടെ മാനസിക നില കുഞ്ഞിനെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അവളെ എപ്പോഴും സന്തോഷിപ്പിക്കണമെന്നും മനസ്സ് വിഷമിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അവളെ മാറ്റി നിർത്തണമെന്നും രവി തീരുമാനിച്ചിരുന്നു. വരുമ്പോൾ വാങ്ങിയ മെഡിസിൻ കിറ്റും
ഫ്രൂട്ട്സ് അടങ്ങിയ കിറ്റും രവി പോയി എടുത്തുകൊണ്ടുവന്നു. ഉമ്മറത്തു വന്ന വേഷത്തിൽ നിൽക്കുന്ന പാറുവിനെ കണ്ടതും ഗീതയുടെ മുഖമിരുണ്ടു. ഇവളെന്തിനാ ഇനി ഇവിടെ? ഇവൾക്ക് പൊയ്ക്കൂടെ? ഇനി ഇവിടെ ഇവളുടെ ആവശ്യമില്ലല്ലോ, ഗീത ചിന്തിച്ചു.